1740 കാലഘട്ടങ്ങളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന സെയ്ദ് അലവിയും ഭാര്യയായിട്ടുള്ള വാവരുടെ മകളും അവിടെ നിന്നും താമസം, അവരുടെ മക്കളും അവിടെ നിന്നും താമസം പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരേക്ക് മാറ്റി. നോക്കണം, പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരിലേക്ക് താമസം മാറ്റുന്നത് 1740 കാലഘട്ടങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിശ്ചിത വർഷം കഴിയുമ്പോൾ തന്നെ ശബരിമലയ്ക്ക് ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് അങ്ങോട്ട് താമസം മാറ്റുന്നത്. അങ്ങനെ അവിടത്തേക്ക് താമസം മാറ്റി. ആ താമസം മാറ്റിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവിടെ നിന്നാണ് പിന്നീട് സന്നിധാനത്തേക്ക് വരികയും പോവുകയും ചെയ്തത്. പക്ഷേ അവിടെ മറ്റൊരു സംഭവം നടന്നു. എന്ന് വെച്ചാൽ വായ്പൂരെത്തിയപ്പോഴേക്കും ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് തന്നെ മാറ്റിയതായിട്ടാണ് അറിയപ്പെടുന്നത്. ആ പെൺകുട്ടി പാത്തുമ്മ എന്ന പേരിൽ അറിയപ്പെട്ടു. എന്ത് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾ ഊഹിച്ചോളുക. ആ പെൺകുട്ടി അതാണ് നമ്മൾ ഇന്നും ചില ഈ അയ്യപ്പൻ പാട്ടുകളിലും അതേപോലെ തന്നെ ബാബർ മാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? ഈ പാത്തുമ്മ പെറ്റവനാണ് വാവര് എന്ന വിധത്തിലൊരു പാട്ട് കേൾക്കാം. എന്താ? അതിന് ശേഷമുള്ള വാവരെ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. അതിന് മുമ്പുള്ള വാവരന്മാരെ അവർ അംഗീകരിക്കുന്നില്ല. പാത്തുമ്മ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി മതം മാറി വന്നതിന് ശേഷമുള്ള കുട്ടികളെ മാത്രമേ ഇവർ അംഗീകരിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1740 ശേഷമുള്ള ആൾക്കാരെയാണ് അവരുടെ കടത്തിൽ പെടുത്തുന്നുള്ളൂ. അവരുടെ പരമ്പരയിലും അതേ പെടുന്നുള്ളൂ യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ വായ്പൂരെത്തിയതിന് ശേഷം തുടർച്ചയായിട്ട് പിന്നീടും ശബരിമലക്ക് വരുന്നു, പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ 1900 അവിടെ ഒരു അഗ്നിബാധയുണ്ടായി ശബരിമലയിൽ. അതിനു മുമ്പ് 1700 ഒരു അഗ്നിബാധയുണ്ടായിട്ടുണ്ട്. 1950 ഒരു അഗ്നിബാധയുണ്ടായിട്ടുണ്ട്. 3-4 തവണ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. 1900 അഗ്നിബാധയുടെ സമയത്ത് അവിടെ പ്രശ്നമായി. പ്രശ്നം വെച്ചാൽ അഗ്നിബാധ വന്നു. വീണ്ടും അവിടെ ഈ പറയുന്ന വാവരുടെ ക്ഷേത്രം പുനരുദ്ധരിച്ചു, മുകളിൽ നവീകരിച്ചു. ആ നവീകരിക്കുന്ന സമയത്ത്, ആ ക്ഷേത്രം നവീകരിക്കുന്ന സമയത്ത് അവിടെ പൂജ ചെയ്ത് കുറച്ചൊരു 3-4-5 വർഷം കഴിയുമ്പോൾ അവിടെ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടായി. ഇസ്ലാം മത വിശ്വാസികൾ മുകളിൽ പറ്റില്ല, ഒരു കാരണവശാലും ക്ഷേത്രത്തിന് മുകളിൽ പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ ബിംബവും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ട് 18-ാം പടിക്ക് താഴെ ഏകദേശം 50 മീറ്റർ മാറിയിട്ട് മറ്റൊരു സ്ഥാനം കൊടുത്ത് അവിടെ ക്ഷേത്രം പണിയുകയാണ് ചെയ്തത്. ആ ക്ഷേത്രമാണ് നമ്മുടെ കുറുമാളൂർ നാരായണപിള്ള എഴുതിയ ഗ്രന്ഥത്തിലുള്ളത്. അവിടെ ബിംബമുണ്ടായിരുന്നു. എന്നാൽ ആ ബിംബം ഇന്നെവിടെ പോയി? കുറുമാളൂർ നാരായണപിള്ള കൃത്യമായി പറയുന്നു അവിടെയുണ്ടെന്ന്. അതേപോലെ തന്നെ ഐതിഹ്യമാല എഴുതിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു മാളികപ്പുറത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്ന്. ഇത് രണ്ടും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അന്ന് അവരെഴുതിയത് കെട്ടുകഥയല്ല, അവരുടെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഈ 18-ാം പടിക്ക് താഴെയുണ്ടായിരുന്ന ബിംബം ഇന്ന് കാണാനില്ല. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ 1950 കാലഘട്ടങ്ങളിൽ വീണ്ടും ഒരു അഗ്നിബാധയുണ്ടായതായിട്ട് പറഞ്ഞു. അഗ്നിബാധയല്ല, തീ വെച്ചതാണ്. തീ വെക്കുകയും അവിടുത്തെ ബിംബം മഴുകൊണ്ട് വെട്ടിപ്പൊളക്കുകയും ചെയ്തു, വെട്ടിപ്പിളർന്നു എന്ന് പറയാം. അങ്ങനെ ആ ക്ഷേത്രം വീണ്ടും പുനരുദ്ധരിച്ചു. അത് ആ സമയത്തിന് ശേഷമാണ് ഈ പറയുന്ന ബാബരുടെ പ്രതിഷ്ഠ അവിടെ ഇല്ലാത്ത അവസ്ഥ വന്നത്. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്നു. എവിടെ പോയി? അപ്പോൾ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായ ആ ബാബുരൻ്റെ പ്രതിഷ്ഠ ഇന്ന് അവിടെ കാണാനില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 1950 കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ച സമയത്ത് ദേവസ്വം ബോർഡ് രൂപീകരിച്ചു. ദേവസ്വം ബോർഡ് അന്നത്തെ അവിടെ വരുന്ന ഓരോ വിഭാഗം ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ അധികാരമെന്ന് നിങ്ങൾക്കുള്ള അധികാരം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അന്ന് കൊച്ചുകടുത്തയുടെ ആൾക്കാർക്ക് കൃത്യസമയത്ത് അത് ഹാജരാക്കാൻ പറ്റിയില്ല. അവരുടെ രേഖയുണ്ട്, വളരെ ശക്തമായിട്ടുള്ള രേഖയാണ്, കൃത്യമായിട്ടുള്ള രേഖയാണ്. അത് ഏകദേശം ഒരു 350 വർഷം മുന്നേ പന്തളത്തുള്ള രാജാവ് കൊടുത്തതായിട്ടുള്ള രേഖയാണ് അത്. അതിൽ ഒരു തരത്തിലുള്ള കണിക സംശയത്തിന് പോലും ഇടയില്ലാത്ത രേഖ. ആ രേഖയുടെ പകർപ്പ് നമുക്ക് ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഹാജരാക്കിയ ഈ അരയന്മാർക്കും വനവാസികൾക്കൊന്നും അന്ന് രേഖകൾ ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ വെളിയിലേക്ക് പോയി. അവർക്കൊന്നും അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥ വന്നു. ചിരപ്പഞ്ചര കളരിക്കാർക്കും അവിടെ അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും അവർ രേഖ ഹാജരാക്കാത്ത കാരണം അവർ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നും ഇതിനോടൊന്നും വിശ്വാസമില്ല, അമ്പലം നശിച്ചാൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന
ആ ഒരു വിപ്ലവത്തിലേക്ക് അവർ പോയതുകൊണ്ട് അവർക്കും ശരിക്കും പറഞ്ഞാൽ അതിൽ രേഖകൾ ഹാജരാക്കിയില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ അവകാശം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ 350 വർഷം മുമ്പുള്ള ആര്യൻ കേരളൻ എന്ന് പറയുന്ന രാജാവിൻ്റെ, കാരണം വെച്ചാൽ ആ സമയത്തുള്ള പന്തള രാജാവിൻ്റെ സമയത്താണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ വാവരുടെ കുടുംബക്കാർ 2 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ചെമ്പഴന്നൂർ പട്ടയം എന്ന പേരിൽ ചെമ്പ് പട്ടയമാണ് 2 അന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊടുത്തത്. ആ 2 പട്ടയത്തിൽ ഒന്ന് 314 വർഷം, ഇന്നത്തേക്ക് 315 വർഷം മുന്നേ കൊടുത്തതും രണ്ടാമത്തത് 230 വർഷം മുമ്പ് കൊടുത്തതുമായിട്ടുള്ള രേഖയാണ് അവിടെയുള്ളത്. എന്ന് വെച്ചാൽ കൊല്ലവർഷം 884 ആണ്ടിലാണ് ആ രേഖ എഴുതിയത്. ഒന്ന് എന്ന് വെച്ചാൽ 315 വർഷമായി ഇന്നത്തേക്ക്. രണ്ടാമത്തത് കൊല്ലവർഷം 968 വർഷം മുമ്പ് എഴുതിയത്. നോക്കണം, എന്ന് വെച്ചാൽ 230 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് ശരിക്കും അവർക്ക് മുസ്ലിമായ അവർക്ക് തന്നെ അനുവദിച്ച് കൊടുത്ത രേഖയായിരിക്കുമെന്ന്. അപ്പോൾ 1950 ഓർക്കണം. പഴയ 350 വർഷം, ആ 1950 കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും 100-200 വർഷം പഴക്കമുള്ള രേഖയാണ് ഇവർ കോടതിയിൽ ഹാജരാക്കുന്നത്, ചെമ്പ് പട്ടയം. എന്നാൽ ആ ചെമ്പ് പട്ടയത്തിൻ്റെ പകർപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ടായി, ഇത് വ്യാജമാണോ എന്ന്. ഇത് വ്യാജമാണോ എന്ന് തോന്നാൻ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം തന്നെയാണ്. അല്പം അരി ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയും അല്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മുഴുവൻ വ്യാജമാണ് എന്ന്. അപ്പോൾ ഞാൻ ആ പട്ടയത്തിൻ്റെ പകർപ്പ് ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് പറയൂ. ചെമ്പഴന്നൂർ നിന്നുമുള്ള ചെമ്പു പട്ടയത്തിൻ്റെ പകർപ്പ് അതിലെഴുതിയിരിക്കുന്നു. എന്നാൽ പന്തളം സ്റ്റാർട്ടിങ് ആണേ, കൊല്ലം 884 ആണ്ട് എന്ന് വെച്ചാൽ കൊല്ലവർഷമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിങ്ങമാസം ഞായർ 15-ാം തീയതി. നോക്കണം, ഞായറാഴ്ചയാണ് 15-ാം തീയതി എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും മൊല്ലാമിയ ബഹദൂരിൻ്റെ മകൻ ആലിക്കുഞ്ഞു ബഹദൂരിന്. ഈ രേഖയുടെ പകർപ്പ് ഈ ശബരിമല സർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്. നമ്മുടെ വക കാനങ്കാലിക്കുന്നിന് തെക്ക്, കൈപ്പാട്ടൂർ ആറ്റിന് വടക്ക്, വിരിപ്പച്ചാലിന് കിഴക്ക്, തലമലക്കെട്ടിന് മേക്ക്, ഇവ നടുവിൽ മഹമ്മദീയ സംബന്ധമായ കർമ്മനിഷ്ഠകളും പൂജാ ആചാരങ്ങളും 5 വിലക്കുറയും നന്മ തിന്മ ഗുണദോഷാദികളും ചെങ്കൊമ്പ് മങ്കൊമ്പ് പല്ലക്ക് പരവതാനി പാവാടക്കേറ്റതു നാക്കാല പന്തലും ഇതിനോട് കൂടെ നിലയ്ക്കൽ താലൂക്കിൽ, ഏതാ താലൂക്ക്? നിലയ്ക്കൽ താലൂക്കിൽ ശബരിമല വാവരുസ്വാമി വകയ്ക്ക് തിരുവമ്പാടി പ്രവൃത്തിയിൽ എരുമക്കൊല്ലിപ്പേട്ടയിൽ വാവരുസ്വാമി തന്നെ പൂജാചാരങ്ങൾ കാളകെട്ടിക്കലും ഇഞ്ചിപ്പാറക്കോട്ടക്കലും കരിമലയും അപ്പാച്ചിമേട്ടും ശബരിമല വാവരു സ്വാമി നടയിലും മേട്ടുപ്പുറത്തും ആ ചന്ദ്രകാലമേ സന്തതി ആവേശമെന്നോളം ഈ സ്ഥലത്ത് നിലനിൽക്കുന്നതിനായി തിരുവടയാളം കൊടുത്തിരിക്കുന്നു എന്നാണ് രേഖയിലുള്ളത്. നോക്കണം, എന്ന് വെച്ചാൽ ഈ രേഖ കൊണ്ട് ഇന്ന് ഇവർ കോടതിയിൽ പോയാൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ അവർക്കുള്ളത് ഇഞ്ചിപ്പാറക്കോട്ട എന്ന് പറയുന്ന കരിമല വഴി പോകുമ്പോഴുള്ള ആ ഇഞ്ചിപ്പാറക്കോട്ടയിൽ അവർക്ക് അവകാശമുണ്ട് എന്ന് അവർ ഈ രേഖ പ്രകാരം പറയുന്നു. കാളകെട്ടിയിൽ അവർക്ക് അവകാശമുണ്ട് എന്ന് ഈ രേഖയിൽ അവർ പറയുന്നു. അതുപോലെ തന്നെ അപ്പാച്ചിമേട്ടിലും കരിമലയിലും ഇവർക്ക് അവകാശമുള്ളതായിട്ട് പറയുന്നു. അതോടൊപ്പം ശബരിമല സന്നിധാനത്തും ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങൾ, ഇതിൽ എരുമക്കൊല്ലി, അപ്പോൾ ഇത്രയും സ്ഥലത്ത് അവർക്ക് അവകാശമുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇസ്ലാമികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ, മഹമ്മദീയമായ സംബന്ധങ്ങൾ, കർമ്മനിഷ്ഠകളും പൂജാ ആചാരങ്ങളും. മുഹമ്മദിയർക്ക് എന്താണ് പൂജാചാരങ്ങളുള്ളത്? അവർക്കുണ്ടോ പൂജ? നമുക്ക് സംശയം തോന്നുകയാണ്. അപ്പോൾ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹറാമാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് ആ ചന്ദ്രകാലമേ എന്ന് വെച്ചാൽ ചന്ദ്ര സൂര്യന്മാരില്ല കാലത്തോളം അവർക്ക് ചെയ്യാം. കൊടുത്തിരിക്കുന്നത് 314 വർഷം മുമ്പുള്ള രേഖയാണ്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്നതോ രാമസുന്ദര കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. എന്ന് വെച്ചാൽ പന്തള രാജാവിനെയാണല്ലോ പറയുന്നത്.
ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു രാജാവ്, രാമസുന്ദര കൃഷ്ണൻ എന്ന് പറയുന്ന രാജാവ് ഇത്രയും നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിട്ടേയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആരാണ് ഈ രാമസുന്ദര കൃഷ്ണൻ? പോട്ടെ, ചിലപ്പോൾ അവിടുത്തെ കാര്യസ്ഥനറ്റം ചിലപ്പോൾ സ്വാധീനിച്ച് എഴുതി കൊടുത്തതാവാം. എന്നിരുന്നാലും ഇവിടെ നമ്മൾക്ക് വളരെയേറെ സംശയമുണ്ടാക്കുന്ന ഒരുപടി കാര്യങ്ങളുണ്ട്. അവിടെ ആ ഒരു രേഖ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ സംശയങ്ങൾ. ഇതേപോലെയാണ് തൊട്ടടുത്ത രേഖയിലുള്ളത്. അതുകൊണ്ട് രണ്ടും വായിക്കേണ്ടി വരുമെന്ന് സംശയമാണ്. ഈ ഒന്നാമത്തെ രേഖയിലത്തെ പ്രകാരം പറയുന്നു കൊല്ലവർഷം 884 ആണ്ട് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ 315 വർഷമായി. ചിങ്ങമാസം 15-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിങ്ങം ഞായർ 15 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് ഒരു 100 വർഷം മുമ്പുള്ള ഏതെങ്കിലും രേഖയിൽ ആരെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറയാം. 100 വർഷം മുമ്പുള്ള ഒരു രേഖയിലും ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന് വെക്കാറില്ല. ചന്ദ്രവാരം, സോമവാരം എന്നാണ് വെക്കാറ്. എന്നാൽ ശബരിമലയിൽ പന്തള രാജ്യത്ത് നിന്ന് കൊടുത്ത ഈ വാവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഈ 2 രേഖകളിലല്ലാതെ മറ്റൊരു രേഖകളിലും ഞായർ, തിങ്കൾ എന്ന് വെച്ചിട്ടേയില്ല. അവിടെ കടുത്തൊക്കെ കൊടുത്തതിലില്ല. മാത്രവുമല്ല, കടുത്തൻ്റെ കാര്യം മാത്രമല്ല, അവിടെ തിരുവിതാംകൂർ രാജാക്കന്മാരായിട്ട് ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിലും എവിടെയും കൊടുത്തിട്ടില്ല ഈ ഞായർ എന്നുള്ളത്, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നുള്ളത്. കണ്ടര് കൃഷ്ണര് കൊടുത്ത ഇതുണ്ടല്ലോ, അതിലും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. ഇത് മാത്രവുമല്ല, കോടതി ഇടപാടുകൾ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് വാവര് സ്വാമിയുടെ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് വന്ന ചെലവ് കണക്കുകൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള രേഖകളിൽ പോലും ഞായർ, തിങ്കൾ എന്നില്ല. എന്ന് ചുരുക്കി പറഞ്ഞാൽ 314 വർഷം മുമ്പ് ഞായർ, തിങ്കൾ എന്നിവ ഇല്ലാത്ത കാലത്ത്, അന്ന് പ്രചരണത്തിൽ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ആ രേഖയിൽ കാണുന്നുണ്ടെങ്കിൽ ആ രേഖ വ്യാജമാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന ചിങ്ങമാസം 15-ാം തീയതി എന്ന് പറഞ്ഞല്ലോ, ആ ചിങ്ങമാസം 15-ാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ചയല്ല, അന്ന് ശനിയാഴ്ചയാണ്, അല്ല തിങ്കളാഴ്ചയാണ്. അന്ന് ചിങ്ങമാസം 15 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അത് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ആരോട് ചോദിക്കാം? നമ്മൾക്ക് ജ്യോത്സ്യന്മാരോട് ചോദിച്ചാൽ അവർ ഗണിച്ചിട്ട് അത് പറഞ്ഞു തരും. അപ്പോൾ അന്ന് തിങ്കളാഴ്ചയാണ്. രണ്ടാമത്തെ രേഖയിൽ പറയുന്നത് കർക്കടകം 15 ഞായർന്നാ. ഒന്നാമത്തെ രേഖയിൽ ചിങ്ങം 15 ഞായർ പറയുന്നു. രണ്ടാമത്തെ രേഖയിൽ 968 ആണ്ട് കർക്കടകം 15-ാം തീയതി ഞായറാഴ്ച എന്നാണ് പറയുന്നത്. അന്ന് ഞായറാഴ്ചയല്ല, അന്ന് ശനിയാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഒരു കള്ളരേഖ ഉണ്ടാക്കുമ്പോൾ ഈ ദിവസമൊന്നും ആരും അത്ര ശ്രദ്ധിക്കില്ലല്ലോ. 314 വർഷം മുമ്പുള്ളത് ശനിയും ഞായറാണ് ചിന്തിക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവരങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടാവുക. ഒന്നും വേണ്ടായിരുന്നു. ആ ഞായർ, തിങ്കൾ എന്നുള്ളത് മാത്രം അങ്ങ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഈ സംശയം എന്നെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടാവുമായിരുന്നോ? ഉണ്ടാവില്ലായിരുന്നു. അവിടെ നിൽക്കട്ടെ. അടുത്ത സംശയം പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ പറയുന്നത് നിലയ്ക്കൽ താലൂക്കിലേ എന്ന് എടുത്തു പറയുന്നു. നിലയ്ക്കൽ താലൂക്ക് എന്ന് പറയുന്ന താലൂക്ക് ഇത്രയും കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. ഇന്നും ഉണ്ടായിട്ടില്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ താലൂക്ക് എന്ന് വരുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നതിന് ശേഷം, എന്ന് വെച്ചാൽ ഒരു 100 വർഷത്തിന് ഇപ്പുറമാണ് ആ താലൂക്കിൻ്റെ സമ്പ്രദായം, അല്ല 100 വർഷത്തിന് ഇപ്പുറമാണ് താലൂക്ക് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ രേഖകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. 100 വർഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു 60 വർഷം അല്ലെങ്കിൽ 70 വർഷത്തിന് ഇപ്പുറം. അതിനു മുമ്പ് താലൂക്ക് എന്ന് പറയുന്ന സാധനത്തിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? അജ്ജൂർ കച്ചേരി എന്നാ. അന്നത്തെ രേഖകളിലൊക്കെ നിലയ്ക്കൽ അജ്ജൂർ കച്ചേരി എന്ന് വെക്കാം. പക്ഷെ നിലയ്ക്കൽ എന്ന് മറ്റൊരു സംഭവം അന്ന് താലൂക്കല്ല, അജ്ജൂരല്ല. അപ്പോൾ ഇത് മറന്നുകൊണ്ട്, ഇത് അറിയാത്ത ഒരാൾ കൊണ്ട് എഴുതിച്ച് മോൻസൺ മാവുങ്കലിൻ്റെ രേഖ പോലെ എഴുതിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഹജ്ജൂർ കച്ചേരി എന്ന് പറയേണ്ടതിന് പകരം നിലയ്ക്കൽ താലൂക്ക് എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ ഇത് വ്യാജമാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അന്ന് താലൂക്കില്ലല്ലോ, 314 വർഷം മുമ്പാ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് എനിക്ക് സംശയം തോന്നി, ഇതിങ്ങനെയാണോ എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ രേഖയിൽ പറയുന്നതാണ് വളരെ വിചിത്രമായിട്ടത്. അത് 230 വർഷം മുമ്പുള്ളതാണ്. ഈ 230 വർഷം മുമ്പുള്ള രേഖയിൽ എന്ന് വെച്ചാൽ കൊല്ലവർഷം 968 ആണ്ടിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഞായർ 15-ാം തീയതി എന്നുള്ള അടയാള പട്ടയം,
പക്ഷെ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടിട്ടുള്ള ആ രേഖയിൽ അത് പുല്ലിക്കാട്ട് കണ്ടൻ കേരളൻ ഒപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ പന്തള രാജാവിൻ്റെ ഒരു സ്ഥാനപ്പേരാണ് ഈ പറയുന്ന പുല്ലിക്കാട്ട് കണ്ടൻ കേരളൻ എന്നുള്ളത്. അത് സ്ഥാനപ്പേരാ. അപ്പോൾ അത് ഒപ്പിട്ടത് കൊണ്ട് ചിലപ്പോൾ ആ ഒപ്പ് നമുക്ക് പിന്നെ സംശയമൊന്നും വരാനില്ല. എന്നാൽ ഈ 230 വർഷം മുമ്പ് അവിടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 1000 പണവും പിന്നെ നിരവധി സാധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 36 ഇടങ്ങഴി ഉണക്കലരി, 54 ഇടങ്ങഴി പഴയ അരി, 7.5 വീതം ചെലവരി, 2 റാത്തൽ സാമ്പ്രാണി, അങ്ങനെ ഒരുപാട് സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. ഇതെല്ലാം ആർക്ക് കൊടുക്കണം? വാവർക്ക് കൊടുക്കണം. അവർക്ക് കിട്ടുന്ന നടവരവ് മാത്രമല്ല ഇത് കൂടാണ്ട് 1000 പണവും കൊടുക്കണമെന്ന്. എപ്പോൾ 230 വർഷം മുമ്പുള്ള രേഖയിലാണ് ഇത് പറയുന്നത്.